നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആണ് കേട്ടോ ചെയ്യുന്നത്. എന്നും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്താണ് കറി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയാണ്. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഈ ഒരു കറിയിലേക്കായിട്ട് അത്യാവശ്യം വലിയ 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത്. വട്ടത്തിൽ കുറച്ചൊരു കട്ടി വേണം, ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ്, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഒന്നങ്ങ് ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്നാവുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം വട്ടത്തിൽ മുറിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇതുപോലെ മൊത്തത്തിലൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത് മതിയാവും കേട്ടോ. നോക്കിയിട്ട് മിക്സാക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ആക്കിയെടുക്കുമ്പോഴേക്കും ആ മസാലപ്പൊടികളൊക്കെ നമ്മൾ ഈ ഒരു കിഴങ്ങിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടിക്കോളും. മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അത് വെന്ത് കിട്ടുകയും ചെയ്തോളും. കുറേ സമയമൊന്നും വേണ്ടി വരില്ല. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇട്ട് കൊടുത്താൽ മതി. തീ കൂട്ടി വെക്കണ്ട, ചിലപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റായി പോകും. എന്നിട്ട് 2 ഭാഗവും അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ആയിട്ടുണ്ടാവും. അപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശരിക്കും ഇത് ആദ്യമേ ആക്കി വെക്കണം എന്നില്ല. നമ്മൾ ഗ്രേവി ഒരടുപ്പിൽ റെഡിയാക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഇതും ആക്കിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ചൂടോട് കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ളതായിട്ട് തന്നെ ഗ്രേവിയിലേക്ക് ഇടാനായിട്ട് പറ്റും. അടുത്തതിന് ഗ്രേവി റെഡിയാക്കാനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 നുള്ള് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസാണ് കേട്ടോ. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിത് കുറേ വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. അത്യാവശ്യം ഈ രീതിയിലൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഒരു പച്ചമണം മാറിക്കോട്ടെ. ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പെരിഞ്ജീരകം കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മീഡിയം സൈസിൽ വരുന്ന ഒരു തക്കാളി നീളത്തിൽ മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നോട്ടെ. ഒരുപാട് വെന്തോടേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് വെന്തോട്ടെ. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി കേട്ടോ. ഈ സമയത്തിന് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ട് ഒന്നങ്ങ് ചൂടാറി വരട്ടെ. നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് കാഷ്യൂ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചെറിയുള്ളിയിലൊന്ന് വറവിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1-1.5 കപ്പ് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി കുറവാണെങ്കിൽ ഈ തിളയ്ക്കുന്ന സമയത്ത് ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ തിളയ്ക്കുമ്പോൾ തന്നെ ഗ്രേവി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും.
ആ സമയത്തിന് നമ്മളിതിന് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി എത്ര വേണമെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവി. ഇത് ഇത്തിരി സമയം ഇരിക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകൂട്ടും. അപ്പോൾ അതിന് പാകത്തിനുള്ള ഒരു ലൂസാക്കി വെച്ചാൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കിഴങ്ങുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിലിട്ട് ഇളക്കിയെടുക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സാധാ ഒരു കിഴങ്ങ് കറി പോലെ ആയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേലെ കൂടി ഇട്ട് കൊടുക്കാൻ കാണാനും ഒരു ഭംഗിയുണ്ട്. പിന്നെ കഴിക്കുന്ന സമയത്തും ആ ഒരു ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കിഴങ്ങിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു കറി തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് എന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക ചപ്പാത്തിയുടെ കൂടെ എന്ന് ആലോചിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു സിമ്പിൾ കറി. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്